വെള്ളാപ്പള്ളിയുടെ വാക്കുകളോട് അതേ നിലയിൽ മറുപടി പറയാൻ കഴിയില്ല. അത് വെള്ളാപ്പള്ളിയുടെ സംസ്കാരം എന്നതായിരുന്നു SNDP ശിവഗിരി മഠാധിപതിയുടെ പ്രതികരണം. ഒപ്പം തന്നെ താഴ്ന്ന വിഭാഗക്കാരെ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാരെ കൃത്യമായി പരിഗണിക്കാൻ ഓരോ മുന്നണികൾക്കും കഴിഞ്ഞില്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കേണ്ടായി. ശ്രീ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീ വിദ്യാസാഗർ, നേരത്തെ അങ്ങനെയുള്ള പ്രതികരണം നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് ശിവഗിരി മഠാധിപതിയുടെ ഈ പ്രതികരണത്തെ അങ്ങ് കാണുന്നത്? പ്രത്യേകിച്ചും ഈഴവ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ടോ, പക്ഷേ മറ്റ് വിഭാഗക്കാരെ കാര്യമായി പരിഗണിച്ചില്ല. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഈഴവ സ്ഥാനാർത്ഥികൾക്ക് മറ്റ് വിഭാഗക്കാരുടെ വോട്ട് കിട്ടാതെയാക്കും എന്നതാണ് മഠാധിപതിയുടെ വിമർശനം. ആദരണീയനായ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. ഞാനിത് നേരത്തെ മുതലേ പറയുന്നതാണ്. ഇൻഫാക്ട് വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്ന ഒരു സേവനം, ഇന്ന് കേരളത്തിലെ ഈഴവ സമുദായത്തിന് ചെയ്തിരിക്കുന്ന ഒരു സേവനം എന്ന് പറയുന്നത്, ഈ സമുദായത്തിന് ചുറ്റും വേലി കെട്ടി ഒരു തുരുത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് സമുദായത്തെ. അത് ഈ കേരളത്തിന്റെ ഒരു ഡെമോഗ്രഫി, നമ്മുടെ ജനസംഖ്യയുടെ ഒരു സ്ഥിതിവിശേഷവും ഒക്കെ, സാമൂഹ്യ സ്ഥിതിവിശേഷവും ഒക്കെ പരിഗണിക്കുമ്പോൾ അത് വളരെ മണ്ടത്തരം പിടിച്ച ഒരു കാര്യമാണ്. കാരണം ഈഴവന്റെ വോട്ട് എന്ന് പറയുന്നതിന് ചുറ്റും അദ്ദേഹം തന്നെ ഒരു വേലി കെട്ടിയിരിക്കുകയാണ്. അപ്പൊ മറ്റു സമുദായക്കാർക്ക്, മറ്റു മതവിഭാഗക്കാർക്ക് അവരെയെല്ലാം രൂക്ഷമായി വിമർശിക്കുകയും അവരുടെ എല്ലാ കുറ്റങ്ങൾ മാത്രം കാണുകയും, കുറ്റങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും ഗുണങ്ങൾ പറഞ്ഞു കാണുന്നുണ്ടോ അദ്ദേഹം? ക്രിസ്ത്യൻ സമുദായത്തിന്റെയോ മുസ്ലിം സമുദായത്തിന്റെയോ ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ കുറിച്ചിട്ടോ, ഒരു നല്ല സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെ കുറിച്ചോ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നായിരുന്നുവെങ്കിൽ ഈ കുറ്റങ്ങളൊക്കെ ഒപ്പം അദ്ദേഹം നന്മകളും പറയുന്നുണ്ടല്ലോ എന്ന് അവർക്കൊരു ആശ്വാസമെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇത് അവരെ പറ്റി കുറ്റങ്ങൾ മാത്രം പറയുമ്പോൾ അവരെ ഏലിനേറ്റ് ചെയ്യുകയാണ്, അവരെ അന്യവൽക്കരിക്കുകയാണ്. അങ്ങനെ ആ സമുദായത്തെ മറ്റുള്ളവർക്ക് കാൻഡിഡേറ്റിനോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടി ശ്രദ്ധിച്ചു കാണുമല്ലോ. വെള്ളാപ്പള്ളിയുടെ വിമർശനം എന്നത് മുസ്ലിം ലീഗിനോടുള്ള വിമർശനമാണ്, അല്ലാതെ മുസ്ലിം സമുദായത്തെ ഒന്നാകെ അല്ല എന്നതാണ് മുഖ്യമന്ത്രി പോലും വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുന്ന നിലയിൽ നിലപാടെടുത്തത്. അത് മുഖ്യമന്ത്രി ശകലം വെള്ളം പൂശിയത, അതിന്റെ കാര്യം നമുക്കറിയാമല്ലോ. ഞാൻ അത് വിട്ടുകളയുക. പിന്നെ ഒരു കാര്യവും കൂടിയുണ്ട്. ഈ സച്ചിദാനന്ദ സ്വാമി ശിവഗിരി മഠത്തില് ഇരുന്നുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ശിവഗിരി മഠം രാഷ്ട്രീയം കളിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് എന്ന മട്ടിലുള്ള ഒരു ധ്വനി ചില രാഷ്ട്രീയ നിരൂപകരും അതുപോലെ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിലും ഒക്കെ ധ്വനിക്കുന്നുണ്ട്. അത് വളരെ തെറ്റാണ്. അങ്ങനെയല്ല. ഈ ശിവഗിരി മഠം എന്ന് പറയുന്നത് ഒരു സാധാരണ ഹിന്ദു മഠം പോലെയല്ല, അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടാവും. അതായത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ് ഗുരുസ്വാമി പറഞ്ഞത്. കാരണം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള താഴ്ന്ന ജാതിക്കാരന് ഒരു സന്യാസി ആകാനായിട്ടുള്ള യോഗ്യതയില്ല എന്നുള്ളതാണ് വസ്തുത. അതിരിക്കട്ടെ. അതും കൂടാതെ അദ്ദേഹം ഗുരുദേവന്റെ ജീവിതകാലം മുഴുവൻ ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ നിർദ്ദേശങ്ങളും വലിയ ലീഡർഷിപ്പും അദ്ദേഹം കൊടുക്കുന്നതായിട്ട് കാണാൻ പാടില്ലേ? വൈക്കം സത്യാഗ്രഹം നടന്ന നാളുകളെന്ന് ആലോചിച്ച് നോക്കൂ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നാളുകളിൽ ഗുരുദേവൻ ആ സത്യാഗ്രഹ വേദി അവിടെ ആ ഭാഗം അവിടെ സന്ദർശിച്ച് സത്യാഗ്രഹികളെ ആശംസിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അങ്ങോട്ട് ഒരു കാര്യം കൂടി, ഇപ്പോ ഈ ജാതിക്കൊക്കെ അപ്പുറമുള്ള ഒരു ആത്മീയമായി മുന്നോട്ട് പോകുന്നതാണ് മഠം. പക്ഷേ മഠം നൽകിയെന്ന് പറയുന്നത് നമുക്കിതിൽ കൃത്യമായ വിവരങ്ങളില്ല. ഇതൊക്കെ അഭ്യൂഹങ്ങളായി ഒരുപക്ഷെ നിലനിൽക്കാം. 18 പേരുടെ പട്ടിക നൽകി എന്ന് പറയുന്നുണ്ട്. ഈ 18 പേരും ഈഴവരുടെ പട്ടികയാണോ എന്നറിയില്ല. ഈഴവരുടെ പട്ടികയാണെങ്കിൽ ആ നിലയിലാണോ മഠം മുന്നണികളെ സമീപിക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു ന്യായമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിക്കത്തക്ക വിധത്തിൽ വേണം രാഷ്ട്രീയ രംഗം കൊണ്ടു നടക്കാൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അത് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 18 പേര് ആരൊക്കെ എന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് വരൂ. അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ശരി, വളരെ നന്ദി ശ്രീ CK വിദ്യാസാഗർ പ്രതികരണം അറിയിച്ചത്.